ഇന്നത്തെ വീഡിയോയിൽ തലച്ചോറിനെ കുറിച്ച് പറയുകയാണ്. തലച്ചോറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്നറിയാമോ? ഫ്രീനോളജിയാണ്. തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫ്രീനോളജി. അതുപോലെ പറയുകയാണെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? തലച്ചോറാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നു. ആൻസർ തലച്ചോറ്. അതുപോലെ തന്നെ തലച്ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തലച്ചോറിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. ഏതാണ് മെനിഞ്ചൈറ്റിസ്? തലച്ചോറിന്റെ ആവരണം ഏതാണ്? മെനിഞ്ചസ്. തലച്ചോറിന്റെ ആവരണമാണ് മെനിഞ്ചസ്. തലച്ചോറിനുണ്ടാകുന്ന അണുബാധയാണെന്ത്? മെനിഞ്ചൈറ്റിസ്. അതുപോലെ തലച്ചോറിനുണ്ടാകുന്ന തകരാറ് മനസ്സിലാക്കുന്ന ഉപകരണം ഏതാണ്? EEG ആണ്. തലച്ചോറിനുണ്ടാകുന്ന തകരാറ് മനസ്സിലാക്കുന്ന ഉപകരണം ഏതാണ്? EEG ആണ്. അതുപോലെ തലച്ചോറിന്റെ ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണ്. അതുപോലെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് സെറിബ്രത്തെ കുറിച്ച് പറയണം. സെറിബ്രം തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അതായത് ഓർമ്മ, ചിന്ത, ഭാവന, അതുപോലെ വിവേകം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം, പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അത് സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസാണ്. തലാമസിനെ കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം തലാമസിലാണ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? തലാമസാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് സെറിബെല്ലത്തെ കുറിച്ച് പറയണം. സെറിബെല്ലം എന്ന് പറയുന്നത് നമുക്കറിയാം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ആൻസർ സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലം. അതുപോലെ സെറിബെല്ലത്തെ കുറിച്ച് മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. ഒരു ശരീരത്തിന്റെ തുല്യനില പാലിക്കുവാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. തുല്യനില പാലിക്കുവാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബെല്ലമാണ്. ഇനി നമ്മൾ പറയുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൃദയവുമായി ബന്ധമുള്ള തലച്ചോറിലെ ഭാഗമാണിത്. മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയവുമായി ബന്ധമുള്ള തലച്ചോറിലെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വസനം, ചുമ, തുമ്മൽ, ഛർദി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ശ്വസനം, ഹൃദയസ്പന്ദനം, ചുമ, തുമ്മൽ, ഛർദി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അതുപോലെ തന്നെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതുകൊണ്ട് തന്നെ മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് ഏൽക്കുന്ന ക്ഷതം എന്തിന് കാരണമാകുന്നു? പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. ഇനി നമ്മൾ പറയുന്നത് നമ്മൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയണം. ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ശരീരത്തിലുള്ള ജലത്തിന്റെ അളവ് എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ശരീരത്തിലുള്ള ജലത്തിന്റെ അളവ് എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണെന്ത്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് 2 ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു. ഇതൊക്കെയാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും.
നമ്മൾ തലച്ചോറിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതകളേറിയ ക്വസ്റ്റ്യൻസാണ്. നമ്മളെ ഓർത്ത് വെച്ചുള്ള തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണെന്ത്? ഫ്രീനോളജി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്ക് യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. ഇത് വീഡിയോ കാണുന്നവരെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെയാണ് കാണുന്നതെങ്കിൽ അവർക്കിത് കൂടുതൽ ഉപകാരപ്രദമാണ് കേട്ടോ.